പ്രാർത്ഥിക്കാം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. എൻ്റെ ഉള്ളം യഹോവയെ പ്രശംസിക്കുന്നു. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. സകല നന്മകളുടെയും ദാതാവും ഉറവിടവുമായ ദൈവമേ, സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, ലോകമെങ്ങുള്ള വിശ്വാസ സമൂഹത്തോട് ചേർന്ന് സ്വർഗീയ ദൂതന്മാരോടും മാലാഖമാരോടും ചേർന്ന് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ ബലപ്പെടുത്തുന്ന കൃപകൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ആരാധനയെ ദൈവമഹത്വം കാണുവാനും ഞങ്ങളുടെ പോരായ്മകളെ കണ്ടെത്തുവാനും പുതുക്കി തിരുഹൃദയത്തിനായി സമർപ്പിപ്പാനും കൃപ തരണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന ദയോടെ കേൾക്കണമേ. ആമേൻ. ക്രിസ്തീയ ഗീതങ്ങളിൽ 27-ാം ഗീതം, ആദ്യത്തെയും അവസാനത്തെയും ചരണങ്ങൾ. ഗീതം 27.
മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ടും ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായും ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനെല്ലാം പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതിനാൽ നമുക്ക് മുട്ടുമടക്കി മൗനമായി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ശോധന ചെയ്യാം. തുടർന്നുള്ള പ്രാർത്ഥനയെ നമുക്ക് ഒത്തുചേരാം. സർവശക്തിയെ മഹാകരുണയുടെ പിതാവേ, ഞങ്ങൾ കാണാതെ പോയ മക്കളെ പോലെ നിന്റെ വഴികളിൽ തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെയും വിചാരങ്ങളെയും ബോധങ്ങളെയും ഞങ്ങളെ ചുവച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്ത കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്യാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ സൗഖ്യമെല്ലാം പരിശുദ്ധമായ കുറ്റക്കാരായ ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. ദൈവമേ, ഞങ്ങളുടെ പിഴകളെ പറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മരിച്ചവരോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുദപിക്കുന്നതിനെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുടെ പിതാവേ, നിന്റെ പരിശുദ്ധനാമത്തിനായിട്ട് ഞങ്ങൾക്ക് ദൈവഭക്തിയോടും നീതിയോടും സ്തോത്രത്തോടും വളർത്തേണ്ടത് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവും പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ആമേൻ. കർത്താവിനെ സ്തുതിപ്പീൻ. 95-ാം സങ്കീർത്തനം ചേർന്ന് ഉപയോഗിക്കാം. സമുദ്രമാണ്
വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. യഹോവയെ സ്തുതിപ്പീൻ, സ്വർഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പീൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പീൻ. സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പീൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവയെ അവനെ സ്തുതിപ്പീൻ. അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കാൻ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. തിമിംഗലങ്ങളും എല്ലാ ആഴികളുമായുള്ളവയെ ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിപ്പീൻ. പർവ്വതങ്ങളും സകല കുന്നുകളും സകല വൃക്ഷങ്ങളും സകല ദേവദാരുക്കളും ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവന്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്, അവന്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഒന്നാം പാഠം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരിക്കുന്നു. സാറാഫുകൾ അവനു ചുറ്റും നിന്ന് ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങൾ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങൾ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിയിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം ഞാൻ, ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട്, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ പാഠം അവസാനിക്കുന്നു. 3 വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കും. കർത്താവിന്റെ സകല സൃഷ്ടികളുമേ കർത്താവിനെ വാഴ്ത്തുവീൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവീൻ. ആകാശങ്ങളെ കർത്താവിനെ വാഴ്ത്തുവീൻ, ആകാശവിധാനത്തിന്മീതെയുള്ള വെള്ളങ്ങളെ കർത്താവിനെ വാഴ്ത്തുവീൻ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവീൻ, മഴയും മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവീൻ. ശീതകാലവും ഉഷ്ണകാലവുമേ കർത്താവിനെ വാഴ്ത്തുവീൻ, മഞ്ഞും ഉറച്ച മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവീൻ. രാപ്പകലുകളെ കർത്താവിനെ വാഴ്ത്തുവീൻ, ഇരുൾ വെളിവുകളെ കർത്താവിനെ വാഴ്ത്തുവീൻ. ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ, അത്രയുമല്ല അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ.
ദാസന്മാരെ കർത്താവിനെ വാഴ്ത്തുവീൻ. അനന്യാവും അശ്വര്യാവും മീശായേലുമേ കർത്താവിനെ വാഴ്ത്തുവീൻ. അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവീൻ. കർത്താവേ, സ്വർഗീയ മണ്ഡലങ്ങളിൽ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നീ എന്നേക്ക് സ്തുതിക്കപ്പെടുന്നവനും എല്ലാറ്റിനും മീതെ മഹോന്നതനും ആകുന്നുവല്ലോ. അപ്പോൾ രണ്ടാം പാഠം വായിച്ചു കേൾക്കാം. രണ്ടാം പാഠം വെളിപാട് പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 11 വരെ. വെളിപാട് പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായ ഒരു പച്ചവില്ല്. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം. വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ. അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിന് മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ. അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണും നിറഞ്ഞിരിക്കുന്നു. 1-ാം ജീവി സിംഹാസനത്തിന് സദൃശ്യം. 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം. 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്. 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. 4 ജീവികളും ഓരോന്നിന് 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെ 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ടും തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും. ഇവിടെ പാഠം അവസാനിക്കുന്നു. സഭയുടെ പാട്ട് വാക്യപ്രതിവാക്യമായിട്ട് ഉപയോഗിക്കാം. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാകുന്നു എന്ന് ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അപ്പോസ്തലന്മാർ പ്രഭാസമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വന്ദിതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിൽ എല്ലായിടവുമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ ഫലമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോട് ഇരിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവനായ നിന്റെ അടിയാർക്ക് സഹായിക്കണം എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നാമത്തെ കാലാവസാനം കൂടാതെ എന്ന് ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ,
കരുണയായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾ ആശ്രയിക്കുന്ന പ്രകാരം നിന്റെ കരുണ ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ. കർത്താവേ, ഞാൻ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ 16-ാം വാക്യം മുതൽ 26-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ തിരുവചനം കേൾപ്പീൻ. Gospel according to Saint John, chapter 4, beginning at verse 16. യേശു അവളോട് പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന്, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനെ, നീ പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരൂശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്കാം. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. യഹൂദന്മാരുടെ നിന്നല്ലോ വരുന്നത്. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സ്ത്രീ അവനോട്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. 237-ാം കീർത്തനം, ആദ്യത്തെയും അവസാനത്തെയും ചരണങ്ങൾ. ഹിം 237. സകല ലോകത്തിലെയും വിശുദ്ധന്മാരോടും എല്ലാ ജനങ്ങളോടും ചേർന്ന് ഈ വിശുദ്ധ
വിശുദ്ധ പ്രഭാതത്തിൽ പരിശുദ്ധൻ 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 എന്ന് ആർക്കുവാനും സ്തുതിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി അവകാശം നൽകി തന്ന ഈ അവസരം ഒരുക്കി തന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ നല്ല ദൈവമേ, ആത്മാവിലും സത്യത്തിലും നിന്നെ ആരാധിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്നുവല്ലോ. ആരാധന ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെയും തെറ്റുകളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഗോഡ്സ് പീപ്പിൾ എന്ന നിലയിൽ കർത്താവെ, നീ ഞങ്ങളെ ഓരോ ദിവസവും അവിടുന്ന് ചേർത്ത് യോജിപ്പിക്കുന്നുവല്ലോ. കർത്താവെ, നിന്റെ ജനമാകുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിൽ വിവിധ ഭവനങ്ങളിലൊക്കെ ഇരുന്നുകൊണ്ട് ആരാധിക്കുമ്പോഴും സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ഞങ്ങൾക്ക് അവിടുന്ന് വേണ്ടുന്ന കൃപയും ശക്തിയും അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്തിന്റെ ആഴമേറിയ ശക്തിയിലേക്ക്, ചിന്തകളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ദൈവമേ, നീ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കണമേ. നിന്റെ വചനത്താൽ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുന്ന അടിയുടെ വായോടും കേൾക്കുന്ന നിന്റെ മക്കളുടെ ഹൃദയങ്ങളോടും അവിടുന്ന് ഇടപെട്ടുകൊണ്ടിരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയോടെ കേൾക്കുമാറാകണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. വളരെ നല്ല കാറ്റുള്ള ഒരു പ്രഭാതത്തിൽ ഒരു കൊച്ചുബാലൻ പട്ടം പറപ്പിക്കുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. അവന്റെ കയ്യിലുണ്ടായിരുന്ന പട്ടത്തിന്റെ ചരടുകൾ സാവധാനം അഴിച്ചുവിട്ടു. പട്ടത്തിന് സ്വാതന്ത്ര്യമായി അത് ആകാശത്തിലേക്ക് പതുക്കെ പതുക്കെ അയഞ്ഞ് മേലോട്ട് ഉയരുവാനായിട്ട് തുടങ്ങി. താഴെ നിന്ന് ചരട് നിയന്ത്രിക്കുന്ന കുട്ടിയെ അയച്ചു വിടുന്നതിനനുസരിച്ച് ഈ പട്ടം ഏറെ മേൽപോട്ട് ഉയരുവാനായിട്ട് തുടങ്ങി. ഏറെ മുകളിൽ എത്തിയ ശേഷം ഈ പട്ടം താഴോട്ട് നോക്കിയപ്പോൾ ഈ കുട്ടിയുടെ കയ്യിൽ ഇനിയും ചരട് ചുറ്റി വെച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ പട്ടം പിറുപിറുക്കുവാനായിട്ട് തുടങ്ങി. എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഏറെ ഉയരത്തിൽ ഈ ആകാശം കീഴടക്കുവാൻ, ആകാശത്തിന് മുകളിൽ പറക്കുന്ന പറവകളോടൊപ്പം പറക്കുവാൻ എനിക്കും സ്വാതന്ത്ര്യം ലഭിക്കുമായിരുന്നു എന്ന് ഈ പട്ടം പിറുപിറുക്കുവാനായിട്ട് തുടങ്ങി. അല്പനേരം കഴിഞ്ഞപ്പോൾ ഈ പട്ടത്തിന്റെ ചരട് പൊട്ടിപ്പോയി. പട്ടത്തിന് വളരെ സന്തോഷമായി. കുട്ടി വളരെ നിരാശയോടുകൂടി ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങുന്ന ഈ പട്ടത്തെ നിസ്സഹായതയോടുകൂടി നോക്കി നിന്നു. അങ്ങനെ മേലോട്ട് ഉയർന്ന പട്ടം വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് കാറ്റ് പ്രതികൂലമാകുവാൻ തുടങ്ങിയത്. തന്റെ കയ്യിലെ തന്റെ നിയന്ത്രണം നഷ്ടമായി. കാറ്റ് നഷ്ടപ്പെട്ട ഒരു ബലൂൺ എങ്ങനെയാണോ നിലം പതിക്കുന്നത് അതുപോലെ മെല്ലെ മെല്ലെ താഴേക്ക് ഈ പട്ടം നിലം പതിക്കുവാനായിട്ട് തുടങ്ങി. ഏറെ വൈകാതെ അധികം നിമിഷങ്ങൾക്കൊടുവിൽ തന്നെ പട്ടം ഒരു ചെളിക്കുഴിയിൽ വന്ന് താഴുവാനായിട്ട് ഇടയായി തീർന്നു. ആ പട്ടത്തെ ആ കുട്ടി അന്വേഷിച്ച് വന്നില്ല. ഏറെ നാളുകൾ കഴിയാതെ തന്നെ ആ പട്ടം നശിച്ച് മണ്ണോട് ചേരുവാനായിട്ട് ഇടയായി തീർന്നു. ആരാധന എന്ന് പറയുന്നതും ഈ ചരട് പോലെയാണ്. നമ്മെ ബന്ധിപ്പിക്കുന്നത്, ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ആരാധനയാണ്. ആരാധന നഷ്ടപ്പെട്ടാൽ നാം നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ മതിമറന്ന് ദൈവവുമായിട്ട് അകന്നു പോകുവാൻ, നമ്മുടെ ജീവിതം പരാജയത്തിലേക്ക് കൂപ്പുകുത്തുവാൻ ഇടയായി തീരും. ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദൈവ നിയന്ത്രണത്തിൽ ജീവിക്കുന്നത് ഒരു അനുഗ്രഹമാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കുന്നത് ജീവിതം ഒരു അനുഗ്രഹമാണ്. ചരട് പൊട്ടി ലക്ഷ്യമില്ലാതെ അലയുന്നതിനേക്കാൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ ആരാധനയായി നാം കൂടി വരുമ്പോൾ ദൈവത്തിൽ വളരുവാനും ദൈവ നിയന്ത്രണത്തിൽ ജീവിപ്പാനും ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങളെ പ്രാപിക്കുവാനും അനുഭവിപ്പാനും ഒക്കെ ഇടയായിത്തീരും. ആരാധനയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്ഥാനമുണ്ട്. പഴയ നിയമ പുസ്തകങ്ങളിലേക്ക് നാം ഒന്ന് നോക്കുകയാണെങ്കിൽ, പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ മക്കൾ വേദനയുടെയും നെടുവീർപ്പിന്റെയും അനുഭവത്തിലാണ് ജീവിച്ചിരുന്നത്. അവർ മിസ്രൈം നാട്ടിൽ ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് ദൈവമില്ലായിരുന്നു. അവരുടെ ജീവിതത്തിൽ ആരാധനയില്ലായിരുന്നു. അങ്ങനെ ദൈവമില്ലാതെ, ആരാധന എന്താണെന്ന് അറിയാതെ, ഈ ഫെലോഷിപ്പിന്റെ അനുഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കാതെ ജീവിക്കുന്ന സമയത്താണ് ദൈവം മോശയെ പറഞ്ഞയച്ചിട്ട് ഇപ്രകാരം പറയുന്നത്, ലെറ്റ് മൈ പീപ്പിൾ ഗോ സോ ദാറ്റ് ദേ മേ വർഷിപ്പ് മീ. ഈ ജനത്തെ വിട്ടയക്കുക,
അവർ മരുഭൂമിയിൽ കടന്നു ചെന്ന് ദൈവത്തെ ആരാധിക്കട്ടെ എന്ന് മോശ ഫറവോനോട് പറയുകയാണ്. അപ്പൊ ആരാധന എന്ന് പറയുന്നത് ഒരു പുതിയ ദർശനമായി, ഒരു പുതിയ അനുഭവമായി അവർക്ക് നൽകുകയാണ്. ആരാധനയുടെ അർത്ഥം ഈ പുറപ്പാട് പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നത് വർഷിപ്പ് ഈസ് ഡെലിവറൻസ് ആൻഡ് ഫ്രീഡം. ആരാധന എന്ന് പറയുന്നത് വിടുതലും സ്വാതന്ത്ര്യവും നൽകുകയാണ്. മിസ്രൈം നാട്ടില് ഇസ്രായേൽ മക്കൾ ജീവിക്കുമ്പോൾ അവർക്കറിയാവുന്ന ഒരേ ഒരു ദൈവമാണ്, ദ സെൽഫ് പ്രൊക്ലെയിംഡ് ഗോഡ് ദ ഫാരോ. സ്വയം പ്രഖ്യാപിത ദൈവമായ ഫറവോനെ മാത്രമേ അവർക്ക് അറിയാമായിരുന്നുള്ളൂ. ഫറവോൻ അവരെ ഉപദ്രവിച്ചു, അവരെ കഠിനമായ ഊഴിയ വിചാരകന്മാരെ അവരുടെ മുകളിൽ നിയമിച്ച് കഠിനമായി അവരെ പണി ചെയ്യിപ്പിച്ചു. ചമ്മട്ടി കൊണ്ട് അവരെ അടിപ്പിച്ചു, അവരുടെ ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞു, ഭക്ഷണം തരാതെ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ, ജോലികൾ അവരെ കൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെ ശാരീരികവും മാനസികവുമായിട്ടൊക്കെ അവരെ തളർത്തി കളഞ്ഞു. ഫറവോ മാത്രമേ അന്നുവരെ അവർക്ക് ദൈവമായി അറിയാമായിരുന്നുള്ളൂ. എന്നാൽ ഫറവോന്റെ കീഴിൽ നിന്ന്, ഈ സെൽഫ് പ്രൊക്ലെയിംഡ് ഗോഡായ ഫറവോന്റെ കീഴിൽ നിന്ന് സകല സൃഷ്ടത്തെയും പരിപാലിക്കുന്ന ഈ വലിയ ദൈവത്തിന്റെ കീഴിലേക്ക് ഈ ജനത്തെ കൊണ്ടെത്തിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ് മോശ ഏറ്റെടുക്കുന്നത്. വലിയ റീപ്ലേസിംഗ്. ഫറവോന്റെ കീഴിൽ നിന്ന് ഈ ജനത്തെ വിടുവിക്കുക, ദൈവത്തിന്റെ ആരാധനയിൽ പങ്കെടുക്കുന്നതിലൂടെ ആ ഒരു വലിയ സ്വാതന്ത്ര്യവും അനുഗ്രഹവും അവർക്ക് ലഭ്യമാക്കുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഈ ജനത്തെ മരുഭൂമിയിലേക്ക് ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നത്. യാഹ് എന്ന ദൈവം അവരോട് ഇടപെട്ടുകൊണ്ടിരുന്നു. സംഹാര ദൂതനിൽ നിന്ന് അവരെ വിടുവിച്ചു. ചെങ്കടൽ വിഭാഗിച്ച് അതിന്റെ മധ്യത്തിലൂടെ അവരെ വഴി നടത്തി. മരുഭൂമിയിൽ അവർക്ക് മന്ന നൽകുവാനായിട്ട് ഇടയായി. മാറായെ മധുരമുള്ളതാക്കി തീർന്നു. അവർക്ക് വാഗ്ദത്ത നാടായ കനാൻ ദേശം അവർക്ക് സെറ്റിൽ ചെയ്യുവാനായിട്ട് എന്നേക്കുമായി നൽകുകയാണ്. അപ്പോൾ ഒരു ദൈവത്തെക്കുറിച്ചുള്ള ഒരു പുതിയ ദർശനവും ഒരു പുതിയ കാഴ്ചപ്പാടും ഈ ഇസ്രായേൽ മക്കൾക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ പലപ്പോഴും അവര് പുറത്തുകൊണ്ടിരുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. അവർ ഇസ്രായേലിലെ കലങ്ങളെയും മിസ്രൈമിലെ കലങ്ങളെയും ഫറവോന്റെ നാട്ടിലെ ഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ടാണ് പലപ്പോഴും അവർ ചിന്തിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ദൈവം നൽകിയ ആ വിടുതലിന്റെ അർത്ഥവും സ്വാതന്ത്ര്യത്തിന്റെ മഹാത്മ്യവും അവർക്ക് പലപ്പോഴും ഉദ്ഘോഷിക്കുവാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് അവരുടെ ആരാധനാ ജീവിതത്തിലെ ഒരു പരാജയമായി നമുക്ക് കാണുവാൻ സാധിക്കും. അത് പിന്നെ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആകമാനം നമുക്ക് കാണാം. ബാൽ വിഗ്രഹങ്ങളെ, മറ്റ് മ്ലേച്ഛ വിഗ്രഹങ്ങളെ ഒക്കെ സേവിക്കുവാനും പലതരത്തിലുള്ള ആരാധനകളിലേക്ക് അവർ വശീകരിക്കപ്പെടുവാനും ഒക്കെ ഇടയായി തീർന്നു. അത് നാം ഇന്ന് വായിച്ചു കേട്ട യോഹന്നാന്റെ സുവിശേഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ശമരിയ സ്ത്രീയോട് പറയുന്ന ആ സന്ദർഭം വരെയുള്ള ചരിത്രങ്ങളിലൊക്കെ ബഹു ആരാധനകൾ, ദൈവത്തെ വിട്ട് ബഹു ആരാധനകളിൽ പങ്കെടുത്ത ജനത്തിന്റെ പരാജയത്തെ കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഒരു പരാജയമായി തീരുവാനായിട്ടല്ല ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആരാധന ജീവിതം ഒരു പരാജയമായി തീരുവാനായിട്ടല്ല ദൈവം തമ്പുരാന് ആഗ്രഹിക്കുന്നത്. ഗോഡ്സ് പീപ്പിൾ എന്ന് പറയുന്ന വാചകത്തിന് വളരെയധികം അർത്ഥമുണ്ട്. ദൈവത്തിന്റെ ജനം, അതൊരു വലിയ പദവിയാണ്, അതൊരു വലിയ പ്രൊക്ലമേഷനാണ്. ദൈവത്തിന്റെ ജനം, ഐഡന്റിറ്റി ഇല്ലാതെ കിടന്നിരുന്ന ഒരു ജനം, വലതേതാണ് ഇടതേന്ന് അറിയാതെ ഇരുന്ന ഒരു ജനത്തിന് ദൈവം തന്നെ തന്നെ കാണിച്ചു കൊടുത്തുകൊണ്ട് വിടുതലും സ്വാതന്ത്ര്യവും നൽകി അവരെ വീണ്ടെടുത്തത് ഈ ആരാധന എന്ന് പറയുന്ന പ്രക്രിയയിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ആരാധനയെക്കുറിച്ച്, ദൈവജനത്തിന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമായ ആരാധനയെക്കുറിച്ച് ഇന്ന് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ടു വാട്ട് വി ആർ അറ്റാച്ച്ഡ്, ടു വേർ വി ആർ അറ്റാച്ച്ഡ് റിയലി. നമ്മൾ എവിടെയാണ് നമ്മെ തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? നമ്മൾ എങ്ങോട്ടേക്കാണ് നമ്മൾ ആകർഷിക്കപ്പെട്ടിരിക്കുന്നത്? ദൈവത്തിൽ നിന്ന് നാം എത്ര കാലം അകന്നു പോയിരിക്കുന്നു എന്ന് നമ്മെ തന്നെ ഒന്ന് ശാന്തമായിട്ട് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്.
മെയ് 31 2020 സ്പേസ് എക്സ് എന്ന് പറയുന്ന നാസയുടെ ഒരു ഉപഗ്രഹം അതിന്റെ മദർ സ്റ്റേഷനായ ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചു. നിശ്ചയിച്ച പ്രകാരം അത് ലക്ഷ്യസ്ഥാനത്ത് എത്തി. എന്നാൽ ആ ലക്ഷ്യസ്ഥാനം പൂർത്തീകരിക്കുന്നത് ഡോക്കിംഗ് അല്ലെങ്കിൽ ബർത്തിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ്. അതായത് ആ ബഹിരാകാശ നിലയം ആളുകളെയും കൊണ്ട് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ പേടകം കൃത്യസ്ഥാനത്ത് ആ മദർ പേടകത്തോട് ഡോക്ക് ചെയ്തെങ്കിൽ മാത്രമേ, ബന്ധിപ്പിക്കപ്പെട്ടെങ്കിൽ മാത്രമേ അതിലുള്ള ഗവേഷകർക്ക് ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഡോക്കിംഗ് എന്ന് പറയുന്ന ഈ പ്രോസസ്സിന് വളരെയധികം ബന്ധമുണ്ട്, വളരെയധികം പ്രാധാന്യമുണ്ട്. ഡോക്ക് ചെയ്തില്ല എങ്കിൽ ഇത് ലക്ഷ്യം തെറ്റി ഈ മദർ സ്റ്റേഷന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതിന് പിന്നെ ഒരിക്കലും അതിലുള്ള ആളുകൾക്ക് ഈ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവത്തോടൊരു ഡോക്കിംഗ്, ദൈവത്തോടുള്ളൊരു ബന്ധപ്പെടല് ആവശ്യമാണ് എന്ന് ദൈവം നമ്മോട് പറയുകയാണ്. നാം വായിച്ചു കേട്ട പഴയ നിയമ പാഠഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യം നമുക്കെല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണ്. യെശയ്യാ പ്രവാചകൻ ഉസിയ രാജാവിന്റെ ആണ്ടിൽ പ്രവചനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉസിയ രാജാവ് ഇസ്രായേലിൽ ഏകദേശം 19 വർഷം ന്യായപാലനം ചെയ്ത യഹൂദായെ ഭരിച്ചിരുന്ന ഒരു രാജാവാണ്. 20 വർഷത്തോളം യെശയ്യാവിനും പ്രവാചക ശുശ്രൂഷ അദ്ദേഹത്തോടൊപ്പം നിർവഹിക്കുവാനായിട്ട് സാധിച്ചു. ഉസിയാവിന്റെ കാലഘട്ടത്തിൽ രാജ്യം ഏറെ അനുഗ്രഹമായിരുന്നു. അതിരുകളെല്ലാം സംരക്ഷിതമായിരുന്നു, യുദ്ധങ്ങളൊന്നുമില്ല, ജനത്തിന് ആവശ്യത്തിലധികം സമ്പത്തുണ്ട്. അങ്ങനെ വളരെ അനുഗ്രഹത്തോടു കൂടി ദേശം ഇങ്ങനെ മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉസിയ രാജാവ് പെട്ടെന്ന് നാട് നീങ്ങി പോകുന്നത്. യെശയ്യാ രാജാവ് വളരെ പ്രതിസന്ധിയിലായി. ഇനി എന്താണ്? ഇത്രയും നാളും രാജ്യം വളരെ സമാധാനത്തോടു കൂടിയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇനി മുൻപോട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് വളരെയധികം ആങ്ഷ്യസ് ആയിരുന്നു, വളരെയധികം ആശങ്കകൾ യെശയ്യാ പ്രവാചകനുണ്ടായിരുന്നു. അപ്പോഴാണ് പ്രവാചകൻ ആ വലിയ ദർശനം കാണുന്നത്. ഉയർന്നു പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ദൈവം തമ്പുരാൻ ഇരിക്കുകയാണ്. പരിശുദ്ധൻ 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 എന്ന സറാഫുകളും ഒരുപാട് ദൂതന്മാരിൽ നിന്നുകൊണ്ട് ആർക്കുന്നു. അത് കണ്ട പ്രവാചകൻ തന്നിലേക്ക് തന്നെ നോക്കിയപ്പോഴാണ് തൻ്റെ ജീവിതത്തിലെ ആരാധനയുടെ കുറവ്, തൻ്റെ ജീവിതത്തിലെ ശുശ്രൂഷയുടെ കുറവ് പ്രവാചകന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. വളരെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു പ്രവാചകൻ ദൈവത്തിന്റെ പ്രവാചക ശുശ്രൂഷയിൽ അഗ്രഗണ്യനായി ദേശത്തിലെ നന്മതിന്മകളെ കുറിച്ചൊക്കെ പ്രവചിക്കേണ്ടത് പ്രവാചകൻ തന്റെ ഉത്തരവാദിത്തങ്ങൾ മറന്നുപോയോ എന്ന് സംശയിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിലെ ശുശ്രൂഷ മേഖലകളിലേക്ക്, കുറവുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ദൈവം മുൻപാകെ ഒരു പാപിയായി തന്നെ മനസ്സിലാക്കുകയാണ്. തന്നെ ഒരു പാപിയായി മനസ്സിലാക്കിയ പ്രവാചകൻ ഒന്നാമത് ചെയ്യുന്ന കാര്യമാണ് റിപ്പൻറ്റൻസ്. തന്റെ പാപം ഏറ്റുപറയുകയാണ്, തന്റെ ജീവിതത്തിലെ കുറവുകളെ ഏറ്റുപറയുകയാണ്. ആരാധനയിൽ സംഭവിക്കേണ്ടതും അത് തന്നെയാണ്. നാം ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് മനോഭാവവും അത് തന്നെയാണ്. നാം ഭവനത്തിൽ ഇരുന്നുകൊണ്ട് ആരാധിക്കുമ്പോൾ ഏത് മനോഭാവത്തോടു കൂടെയാണ് ഈ സ്ക്രീനിന്റെ മുൻപിൽ ഇരിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നാം ദേവാലയത്തിൽ കടന്നു വരുമ്പോൾ മനസാക്ഷിത്വത്തോടുകൂടി, മാനസാന്തരത്തോടുകൂടി, പശ്ചാത്താപ ഹൃദയത്തോടുകൂടി ദൈവസന്നിധിയിൽ എൻ്റെ കർത്താവേ, നിന്നെ സത്യമായും പൂർണ്ണമായും ആരാധിക്കുന്നതിൽ എൻ്റെ ജീവിതത്തിൽ വീഴ്ച വന്നു പോയി എന്ന അനുതാപ ഹൃദയത്തോടുകൂടി ഏറ്റുപറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. കർത്താവ് അതാണ് ആഗ്രഹിക്കുന്നത്. രണ്ടുപേര് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു പോയത് യേശു കർത്താവ് പറയുന്നുണ്ട് സുവിശേഷങ്ങളിൽ. ഒരു പരീശനും ഒരു ചുങ്കക്കാരൻ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നുപോയി. ചുങ്കക്കാരൻ ദൂരത്ത് നിന്ന് അടുത്തു വരുവാൻ പോലും മടിച്ചു നിന്ന് മാറത്തടിച്ച് സ്വർഗത്തേക്ക് നോക്കി നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞാൻ കുറ്റങ്ങൾ ചെയ്തു പോയി, ഞാൻ പാപിയാണ്, നിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ ഞാൻ യോഗ്യനല്ല, എന്നോട് ക്ഷമിക്കണമേ എന്ന് അവൻ പ്രാർത്ഥിക്കുകയാണ്. പരീക്ഷൻ അടുത്തു നിന്നതിനോട് പ്രാർത്ഥിക്കുകയാണ്, ഈ ചുങ്കക്കാരനെ പോലെയല്ല, ഞാൻ തരേണ്ടുന്ന സകല കാര്യങ്ങളും നിനക്ക് തന്നു, പതാരമെല്ലാം ഞാൻ നിനക്ക് ദേവാലയത്തിൽ കൊണ്ടു തന്നിട്ടുണ്ട്, എൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഞാൻ ഭംഗിയായി പൂർത്തീകരിക്കുന്നു, ഞാൻ നിന്നെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു എന്ന്
സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. അവരിൽ നീതീകരിക്കപ്പെട്ടത് ചുങ്കക്കാരുടെ പ്രാർത്ഥനയാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം ആരാധനയ്ക്ക് വേണ്ടി കൂടി വരുമ്പോൾ നമ്മുടെ മനോഭാവം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മനസാക്ഷിത്വത്തോടുകൂടി അനുതാപ ഹൃദയത്തോടുകൂടി നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് അനുതാപ ഹൃദയത്തോടുകൂടി ആരാധനയിൽ നമുക്ക് പങ്കെടുക്കുവാൻ സാധിക്കണം. നമ്മുടെ ആരാധനയുടെ ആദ്യ ഭാഗം നോക്കുകയാണെങ്കിൽ പാട്ടോടുകൂടിയാണ് ആരംഭിക്കുന്നത്. പിന്നെ അതിനുശേഷം പ്രൈസ് ആൻഡ് താങ്ക്സ് ഗിവിംഗ്, സ്തുതിയും സ്തോത്രവുമാണ്. ദൈവത്തെ നാം സ്തുതിക്കുകയാണ്. പരിശുദ്ധനായ ദൈവം, സർവശക്തനായ ദൈവം, മരണമില്ലാത്തവനായ ദൈവം, കരുണ ചെയ്യുന്നവനായ ദൈവം, ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് നാം അനുതാപ ഭാഗത്തേക്ക് കടന്നു വരുന്നത്. കർത്താവേ, ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ. അനുതാപ ഹൃദയത്തോടുകൂടി നാം പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ ആ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരാധനയുടെ ആ ഓർഡർ എന്ന് പറയുന്നത് പ്രകാരം നാം ആദ്യ ഭാഗത്ത് ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ തന്നെ നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റു പറയുകയാണ്. അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരുമ്പോൾ നമ്മുടെ മനോഭാവം അത് അനുതാപത്തിൻ്റെതായിരിക്കണം. കുറവുകളുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റു പറയുവാനും അങ്ങനെ ആരാധനയിൽ അനുഗ്രഹിക്കപ്പെടുവാനും ഇടയായിത്തീരണം. രണ്ടാമതായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ യെശയ്യാവിന്റെ മറ്റൊരു പ്രത്യേകത കാണുവാൻ സാധിക്കുന്നത്, ഹീസ് റിന്യൂയിങ് ഹിംസെൽഫ്. അവനെ തന്നെ നവീകരിക്കുകയാണ്, തന്നെ തന്നെ ദൈവസന്നിധിയിൽ പുതുക്കുകയാണ്. ഞാൻ നഷ്ടപ്പെട്ടു പോയി, എന്നാൽ ദൈവത്താൽ പുതുക്കപ്പെടുമ്പോൾ ആ പുതിയ നിയോഗങ്ങൾ ഏറ്റെടുക്കുവാൻ തന്നെ തന്നെ ശക്തീകരിക്കണം. താഴോട്ടുള്ള ഭാഗത്ത് പിന്നെ കാണുന്നുണ്ട്, യെശയ്യാ പ്രവാചകൻ വളരെ ശക്തിയോടുകൂടി ദേശത്തോടുള്ള സന്ദേശം പകർത്തുകയാണ്. ദേശത്ത് വരാൻ പോകുന്ന അനർത്ഥങ്ങളെ കുറിച്ച് പ്രവചിക്കുകയാണ്. ദൈവത്തിന്റെ നാവായും ദൈവത്തിന്റെ കരങ്ങളായും കാലുമായും പ്രവാചകൻ അവിടെ തുടർന്ന് തന്റെ ശുശ്രൂഷകൾ നിർവഹിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുള്ള ആ ബോധ്യം പ്രവാചകൻ അവിടെ നിറവേറ്റുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മെക്കുറിച്ചും ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന്റെ ഉദ്ദേശ പൂർത്തീകരണത്തിലാണ് ദൈവം നമ്മെ വിളിച്ച് ചേർത്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ കമ്മിറ്റ്മെന്റ്സിനെ റിന്യൂ ചെയ്യുവാനായിട്ട്, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ പുതുക്കുവാനായിട്ട് ആരാധന നമുക്ക് മുഖാന്തരം ഒരുക്കി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂന്നാമതായിട്ടും അവസാനമായിട്ടും ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആരാധന നമുക്ക് നൽകുന്ന മറ്റൊരു കാര്യം റെവലേഷൻ അല്ലെങ്കിൽ റിവീലിംഗ്. അൺവെയിലിംഗ് എന്ന് പറയുന്ന പദത്തിന് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന് വളരെയധികം പ്രത്യേകതകൾ കാണുവാൻ സാധിക്കും. മശിഹായെ കുറിച്ച് അൺവീൽ ചെയ്യുന്ന, മശിഹായുടെ ദൗത്യത്തെ കുറിച്ച്, മശിഹ ആരാണെന്ന് അൺവീൽ ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കും. വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി യേശു കർത്താവ് ജനിച്ചത് തൊട്ട് 2-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ കാനാവിലെ കല്യാണത്തിലും അതുപോലെ തന്നെ ഇവിടെ ശമരിയക്കാരത്തെ സ്ത്രീയുടെ സമ്പർക്കത്തിൽ ഞാൻ തന്നെയാണ് മശിഹ എന്ന് യേശു കർത്താവ് അവിടെ പറയുകയാണ്. അപ്പൊ യഥാർത്ഥ മശിഹയെ കണ്ടുമുട്ടുവാനായിട്ട് ശമരിയ സ്ത്രീക്ക് അവിടെ സാധിക്കുകയാണ്. അവൾ കടന്നു വരുന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്, വെള്ളം കോരുവാനായിട്ടാണ്. വെള്ളം കോരുവാനായിട്ട് കടന്നു വന്നപ്പോഴാണ് യേശുവിനെ അവിടെ കാണുവാൻ സാധിക്കുന്നത്. യേശുവുമായിട്ട് ദീർഘമായ ഒരു സംഭാഷണത്തിൽ അവൾ ഏർപ്പെടുകയാണ്. അവൾ പറയുകയാണ്, എൻ്റെ പിതാക്കന്മാര് ഗരീസി മലയിലാണ് ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്, യഹൂദന്മാര് പറയുന്നത് യെരുശലേമിലാണ് ആരാധിക്കേണ്ടത്, അങ്ങനെ ഏത് മലയിലാണ് ആരാധിക്കേണ്ടത് എന്നുള്ള ഒരു വലിയ സംശയത്തോടു കൂടി അവൾ അടുത്ത് വരുമ്പോഴാണ് കർത്താവ് പറയുന്നത്, ആ മലയിലുമല്ല ഈ മലയിലുമല്ല, സത്യ നമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നു എന്ന് അവളോട് പറയുകയാണ്. തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്. യേശു കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്, താനാണ് യഥാർത്ഥമായ മശിഹ. ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കപ്പെടേണ്ടതും ആരാധിക്കപ്പെടേണ്ടത് ആരാണ് എന്ന് യേശു കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ വലിയ സത്യം അവൾക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. കാലഘട്ടത്തിൽ ബഹു ആരാധനകളൊക്കെ നിലനിന്നിരുന്നൊരു സംസ്കാരത്തിലാണ് യേശു കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ പലതരത്തിലുള്ള സംസ്കാരങ്ങൾ, പലതരത്തിലുള്ള ആരാധനാ ശൈലികൾ. എന്നാൽ ദൈവത്തെ കൂടാതെ ആരാധിക്കുന്നുവെങ്കിൽ ആ ആരാധനയുടെ അർത്ഥം പൂർണ്ണമാകുകയില്ല. എന്തോ ഒരു ഫീല് മാത്രം നമുക്കിന്ന് കിട്ടിയാൽ മതി. ചില ലൈറ്റുകളൊക്കെ തെളിയുമ്പോൾ, ചില മ്യൂസിക്കുകളൊക്കെ കിട്ടുമ്പോൾ എന്തോ ഒരു ഫീല് വന്നതുപോലെ നമുക്ക് തോന്നും. എന്നാൽ അതൊന്നും യഥാർത്ഥമായ ആരാധനയല്ല. കർത്താവോട് പറഞ്ഞതുപോലെ
ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാനായിട്ട് സാധിക്കണം. ദ ഹോളിസ്റ്റിക് വർഷിപ്പിനെ കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ശരീരവും ആത്മാവും സംയോജിക്കപ്പെടുന്ന യഥാർത്ഥമായ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. അവൾ ചെയ്ത ഒരു പ്രവൃത്തി, അവൾ വെള്ളം കോരുവാനായിട്ടാണ് കടന്നു വന്നാൽ അവൾ ആ കുടം താഴെ വെച്ചിട്ട് അവൾ തൻ്റെ സ്വഗ്രഹത്തിലേക്ക്, തൻ്റെ നാട്ടിലേക്ക് കടന്നു പോവുകയാണ്. ശമരിയ പട്ടണത്തിലേക്ക് കടന്നുപോയി ഞാൻ മശീഹയെ കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ മറ്റുള്ളവർക്ക് വേണ്ടി റിവീൽ ചെയ്തു കൊടുക്കുകയാണ്. അവളൊരു സുവിശേഷം ഏറ്റെടുക്കുകയാണ്. തന്നെ താൻ കണ്ടുമുട്ടിയ ഈ കർത്താവിനെ, മശീഹായെ മറ്റുള്ളവർക്കും കാട്ടിക്കൊടുത്ത് അവരെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ആരാധന എന്ന് പറയുന്ന 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ച്. ഒന്ന്, ആരാധനയിൽ അനുതാപം ഉണ്ടാകണം, റിപ്പൻഡൻസ്. രണ്ടാമത്, ആരാധനയിൽ റിന്യൂവൽ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ റിന്യൂ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. മൂന്നാമതായിട്ട്, ആരാധനയിൽ വെളിപ്പെടുന്ന ദൈവമഹത്വം, മശീഹ ആരാണെന്നുള്ള ഒരു വെളിപ്പെടുത്തൽ, അത് കാണുവാൻ മാത്രമല്ല അത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാനും നമുക്ക് സാധിക്കണം. അങ്ങനെ ആരാധനയെ നമുക്ക് അതിൻ്റെ പൂർണ്ണ മഹത്വത്തിൽ ദർശിക്കുവാൻ, ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ പ്രവാചകൻ കണ്ടതുപോലെ ദൈവത്തെ ആ ദിവ്യ മഹത്വത്തിൽ, പരിശുദ്ധനായ ദൈവത്തെ ആ ഫുൾനെസ്സിൽ ആരാധിക്കുവാൻ ഈ നാളുകളിൽ ഭവനത്തിനായിരിക്കുമ്പോഴും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയിലും സർവമഹത്വത്തിലും സർവവ്യാപിയുമായി വസിക്കുന്ന ഈ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുവാൻ, ആരാധിക്കുവാൻ ദൈവം നമ്മെ ഈ നാളുകളിൽ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധനായ ദൈവത്തിനും സകല ബഹുമാനം മഹത്വം കാലാവസാനം കൂടാതെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മളുടെ വിശ്വാസം, അപ്പോസ്തല വിശ്വാസ പ്രമാണ വാചകങ്ങൾ ഏറ്റുചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ പാതിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പീലാത്തോസിന്റെ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ട് മരിച്ചോടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചു ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തനായ ദൈവത്തിന്റെ ഭാഗത്തിരിക്കുന്നു. അവൻ ജീവനെയും മരിച്ചവരെയും ന്യായവിധിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിലും ശരീരത്തിലും പ്രാർത്ഥനയിലും നിത്യതയിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സർവ്വശക്തനായ പിതാവേ, നിന്റെ നാമം സ്തുതിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാര്യങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കാണാതെ ദുഷ്ടന്റെ ഉപയോഗിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതല്ലോ. ആമേൻ. ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പരിശുദ്ധനും സർവശക്തനുമായ ദൈവമേ, സത്യാനുതാപത്തിനായി ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും പ്രകാശിപ്പിക്കണമേ. ജീവിതമോക്ഷയാത്രയെ ഞങ്ങളെ വിശദീകരിക്കുകയും നയിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആഘോഷത്തിൽ നിന്റെ സാന്നിധ്യത്തിൽ ദിനവും ഉല്ലസിച്ച് ആത്മാവിലും സത്യത്തിലും നിന്നെ ആരാധിക്കുവാൻ നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ആമേൻ. സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തിന്റെ കർത്താവും ഐക്യമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങൾ നിത്യജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്ന പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണയെ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗികളുടെയും ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളിലൊക്കെ
നിന്റെ താഴ്മയുള്ള ദാസരായ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. ആമേൻ. വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധന നമ്മെ കണ്ടെത്തുകയും തെറ്റുകളെ ഏറ്റുപറയുന്നിടമാകുന്നു എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. തെറ്റുകളെ കാണുക മാത്രമല്ല, പുതുക്കപ്പെടുന്നിടമാണ് ആരാധന എന്ന് മനസ്സിലാക്കുക. അതും മാത്രമല്ല, ദൈവത്തെക്കുറിച്ചുള്ള പുതിയ പുതിയ വെളിപ്പാടുകൾ അനുഭവിക്കുന്നിടമായി കൂടെ ആരാധനയെ മനസ്സിലാക്കുവാൻ നാഥാ ഈ നാളുകളിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനയില്ലാത്ത ഇടങ്ങൾ ചരട് പൊട്ടിയ പട്ടം പോലെയാകുന്നു എന്ന് വളരെ ഹൃദ്യമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തിയ പ്രിയ അച്ഛനെ കുടുംബമായിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യ മഹാരാജ്യം പലതരത്തിലുള്ള ഭീഷണികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭം. കൊറോണ വൈറസിന്റെ വ്യാപനം എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ടു നിൽക്കുന്ന സാഹചര്യങ്ങൾ പലയിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കും. രാജ്യത്തിന്റെ അതിർത്തികളിലെല്ലാം വളരെ ഭയാനകമായ സാഹചര്യങ്ങൾ ഉടലെടുക്കും. രാജ്യത്തിനു വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയ സൈനികരുടെ കുടുംബങ്ങളെ നമുക്ക് പ്രത്യേകം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ കാലത്തെ പ്രതിസന്ധികൾക്ക് ദൈവമേ ഒരു വിരാമമുണ്ടാകുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ആലയങ്ങൾ അടഞ്ഞു കിടക്കി തുടങ്ങിയിട്ട് 3 മാസമാണ്. ഒന്നിച്ചുകൂടി ആരാധിക്കാത്തതിന്റെ വലിയൊരു വീർപ്പുമുട്ടലുമായിട്ട് നമ്മിൽ പലരും പല സ്ഥലങ്ങളിലാണ്. ദൈവമേ ഈ സാഹചര്യത്തിനൊരു മാറ്റമുണ്ടാകുവാൻ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളുടെ മഹായിടവകയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രത്യേകിച്ച് പുതിയ ഒരു ബിഷപ്പിനെ, അധ്യക്ഷനെ കണ്ടെത്തുവാനുള്ള ക്രമീകരണങ്ങൾ ആരംഭിക്കപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് ദൈവത്തിൻ്റെ ഹിതം ചുമതലപ്പെട്ടവരിലൂടെ നിറവേറ്റപ്പെടുവാൻ ദൈവമേ സഹായിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. മനുഷ്യൻ പുറമേയുള്ളത് കാണുന്നു, ദൈവമാണ് ഉള്ളുകളെ കാണുന്നത്. നമ്മളുടെ എല്ലാ കുടുംബങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. സാമ്പത്തികമായ ഞെരുക്കങ്ങളുള്ള ഒത്തിരി വീടുകളുണ്ട്. ജീവിതത്തിന്റെ ഏകാന്തതകൾ അനുഭവിക്കുന്നവരുണ്ട്. മക്കളുടെ വിവാഹത്തെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. ജോലി രംഗങ്ങളിലെ പിരിമുറുക്കങ്ങളുള്ളവരുണ്ട്. കുടുംബത്തിൽ സ്വസ്ഥതയില്ലാത്ത ഇടങ്ങളുണ്ട്. പല ലഹരികൾക്ക് അടിമകളായി കഴിയുന്നവരുണ്ട്. ദൂരസ്ഥരായ കുടുംബാംഗങ്ങളുണ്ട്. പഠിക്കുന്നവര്, പഠിപ്പിക്കുന്നവര്, ജോലി ചെയ്യുന്നവര്, വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കൾ,
ഇവരെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ സഭയെ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കമ്മിറ്റിക്കാരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രിയച്ഛന്മാരെ, ഇവിടെ മുമ്പ് ശുശ്രൂഷ ചെയ്തവരെയൊക്കെ നമുക്ക് ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ടും പ്രാർത്ഥിക്കാം. ഇന്ന് 2 നിമിഷങ്ങൾ മൗനമായിട്ട് വ്യക്തിപരമായ ആവശ്യങ്ങൾ ഓർക്കുന്നതോടൊപ്പം പൊതുവിലുള്ള ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവം നമുക്ക് ഒത്തിരി നന്മകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ദൈവം നൽകിയ എല്ലാ നന്മകളെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥനയും നമുക്ക് ഒത്തുചേരാം. സർവശക്തിയുടെ ദൈവമേ, സകലകരുടെയും പിതാവേയും അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആദ്യകാലങ്ങൾക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിധിയും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല വിഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്തുകൂടാ സ്നേഹത്തിന് വേണ്ടി കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന് പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങളെ സൂചിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളുമായ കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്ന ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളുടെ നാളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും മുമ്പാകെ നടന്നു. അങ്ങനെ ഞങ്ങളുടെ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നാട്ടിനോട് ശുദ്ധിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് നിന്റെ സകലങ്ങളുടെയും വിശ്വസ്തമായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് പ്രസിക്കുന്നു. അവിടെ നിനക്ക് പരിശുദ്ധാത്മാവും സകല ബഹുമാനവും ഓർത്തും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരാ നിന്റെ ജനങ്ങളുടെ അപേക്ഷകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്നിന്റെ കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നു എന്നവർ കണ്ടറിയുവാൻ അവയെ വിശ്വസ്തയോടെ നിവർത്തിപ്പാനും അവർക്ക് കൃപയും ശക്തി ലഭിപ്പാനും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം കൃപ അരുളണമേ. ആമേൻ. ഈ ആഴ്ചകളിൽ പിറന്നാൾ വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സകല നന്മകളുടെയും ദാതാവും ഉറവിടമായ ദൈവമേ, ജീവിതത്തിൽ നാളുകൾ പെരുകുന്ന നിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാകുന്നുവല്ലോ. ജന്മദിനവും വിവാഹവാർഷികവും ആഘോഷിക്കുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ സൗഭാഗ്യങ്ങളാലും അവരെ നീ നിറയ്ക്കണമേ. ദൈവമായ കർത്താവേ, ആലയത്തിൽ വരുമ്പോൾ ദൈവം ചെയ്ത ഉപകാരങ്ങളെ നന്ദിയോടെ ഓർത്ത് ദൈവത്തിന് നന്ദി സ്തോത്രം അർപ്പിക്കുവാൻ അവർക്ക് ബലവും ശക്തിയും കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ അവരെ സൂക്ഷിക്കണം നാഥ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന ദയോടെ കേൾക്കണമേ. ആമേൻ. ഇന്നും ഈ ഓൺലൈൻ ആരാധനയിൽ പങ്കുചേരുവാന് ദൈവം തമ്പുരാൻ സഹായിച്ച എല്ലാ കൃപകൾക്കായിട്ടും നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ സെപ്റ്റംബർ മാസം ആദ്യ ദിവസങ്ങളിൽ നമ്മളുടെ ഈ ആലയം മഹായിടവയ്ക്ക് പുതിയ അധ്യക്ഷനെ കണ്ടെത്തുവാനുള്ള രംഗമായിട്ട് തീരുകയാണ്. നമ്മുടെ എല്ലാ കുടുംബങ്ങളും ഈ നാളുകളിൽ ഈ വിഷയത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവഹിതം നിറവേറ്റപ്പെട്ടാൽ മാത്രമേ സഭയ്ക്ക് ഗുണകരം ആകുകയുള്ളൂ. അതിനാൽ എല്ലാ കുടുംബങ്ങളും പ്രാർത്ഥിക്കുവാൻ ഞാൻ സ്നേഹപൂർവ്വം ആവശ്യപ്പെടുന്നു.
വീണ്ടും പ്രാർത്ഥനയിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ 3 മാസമായി നമ്മുടെ ആരാധന ക്രമമായിട്ട് നടന്നിട്ട് ഈ 3 മാസക്കാലം നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ നമ്മൾ പിടിച്ചു നിന്നു. നമ്മളെല്ലാവരും അറിയേണ്ട സംഗതി, ചെലവിന് നമുക്ക് ഒരു കുറവുമില്ല. നമ്മൾ നൽകുന്ന എല്ലാ പെൻഷനുകളും നൽകുന്നുണ്ട്, ശമ്പളം നൽകുന്നുണ്ട്, പള്ളിയും പരിസരമൊക്കെയും വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. അച്ഛന്മാരുൾപ്പെടെയുള്ള എല്ലാ ജീവനക്കാരുടെയും ശമ്പളം നൽകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഈ കഴിഞ്ഞ 3 മാസവും ഒരു കുറവും വരുത്താതെ നമ്മൾ നടത്തി. ഇനിയും നമുക്ക് സാമ്പത്തികമായ പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയ പോലെ ഹോൾ റെന്റ് ഇല്ല എന്ന് മാത്രമല്ല, ലഭിച്ച റെന്റ് മുഴുവനും നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ടും വന്നു. ഇത് നമ്മളുടെ സഭാകൾ എല്ലാവരും മനസ്സിലാക്കണം. കമ്മിറ്റിയോട് ആലോചിച്ചിട്ട് ഒരുപക്ഷെ കവറുകളൊക്കെ നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുന്നത് ഉചിതമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ലാത്തവർ നമ്മളുടെ ഇപ്പോഴത്തെ ആവശ്യം മനസ്സിലാക്കി സഹകരിക്കേണ്ടത് വളരെ ആവശ്യം. ഏതാണ്ട് 1/4 വർഷത്തോളമാണ് നമ്മളുടെ ഈ സ്തംഭനാവസ്ഥ നിലനിൽക്കുന്നത്. ഈ സാഹചര്യം എല്ലാവരും മനസ്സിലാക്കണമെന്നൂടെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നമ്മെ എല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഇന്നും വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ വീടുകൾ ഒരാലയമായി തീരുവാൻ ഈ നാളുകളിൽ നീ കൂടുതലായി സഹായിക്കുന്ന കൃപകൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, നിന്നെ ആരാധിക്കുവാൻ ലഭിച്ച അവസരങ്ങളൊക്കെ ഞങ്ങൾ വേണ്ടുമെന്ന് ഉപയോഗിച്ചിരുന്നോ എന്ന് സ്വയം ചിന്തിക്കുവാൻ ഈ നാളുകളിൽ ഞങ്ങൾക്ക് ഇടയാക്കപ്പെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗഭാഗ്യങ്ങളാൽ ഞങ്ങളെ നിറച്ചനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. 209-ാമത്തെ കീർത്തനത്തിന്റെ 1ഉം 2ഉം ചരണങ്ങൾ, ആദ്യത്തെ 2 ചരണങ്ങൾ. 209. കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം.